വീട്ടുകാരുടെ ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോയില് നമ്മുടെ ഇഷിത നമ്മുടെ ചിപ്പിമോൾക്ക് വേണ്ടി എന്തും ചെയ്യും, ചിപ്പിമോളെ തിരികെ കിട്ടാൻ എന്തും ചെയ്യും, ചിപ്പിമോൾ എനിക്ക് അത്രയും സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സഹോദരിയോട് പറയുന്ന ദൃശ്യങ്ങളാണ്. അപ്പൊ സഹോദരി കാണുന്നുണ്ട് നമ്മുടെ ചിപ്പിമോളുടെയും ഇഷിതയുടെയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പടമൊക്കെ നമ്മുടെ ഇഷിത ഒരു ബോർഡിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സഹോദരി പറയുന്നുണ്ട്, ഇത് അസ്ഥിയിൽ പിടിച്ച് ഇഷ്ടമാണല്ലോ എന്നൊക്കെ നമ്മുടെ ഇഷിതയോട് പറയുന്നുണ്ട്. ശേഷം മഹേഷ് ആണെങ്കിൽ അപ്പുറത്ത് ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ചിപ്പിമോള് എന്റെ അടുത്തേക്ക് വന്നിരിക്കും, ചിപ്പിമോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ നമ്മുടെ മഹേഷ് വീട്ടുകാരോട് വാക്ക് കൊടുക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഇഷിതയുടെ ചേച്ചിയും കൊച്ചൊക്കെ നമ്മുടെ ഇഷിതയുടെ വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പൊ അവരുടെ കൂടെ വേറൊരു ഗസ്റ്റും കൂടി ഉണ്ട്. അപ്പൊ അവരിങ്ങനെ നമ്മുടെ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് നമ്മുടെ ഇഷിതയും ചിപ്പിമോളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് എന്താണ്ടൊക്കെ കുശുകുശുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, ഇത് ഈ പറയുന്നതിന്റെ കുഴപ്പം നിങ്ങളുടേതല്ല, അത് ഈ നിങ്ങളുടെ മനസ്സിന്റെ വൈകല്യമാണ് ഈ ഒരു പടം നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിപ്പിച്ചത് എന്നൊക്കെ നമ്മുടെ ഇഷിത പറയുമ്പോൾ ആ പെണ്ണിങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്, ആ ഒരു അതിഥി വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാ നീ ഒന്ന് പ്രസവിച്ച് കാണിക്കടി, നീ ഇത്ര വലിയ പെണ്ണാണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചേച്ചിയുടെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്ന ഒരു നിമിഷങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ ഇഷിത ചെയ്യാൻ പോകുന്നത് അല്ലെ? അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഹേഷിന് ഇത്രയ്ക്കും ആത്മവിശ്വാസം എന്തായിരിക്കും കാരണം? നമ്മുടെ ചിപ്പിമോളെ എന്തായാലും ഇന്ന് നമ്മുടെ മഹേഷ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹേഷ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അല്ലെ? അപ്പൊ എന്തായാലും നോക്കി കാണാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.